ഈ ബോ നമ്മൾ പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത്. അപ്പൊ കളർ പേപ്പർ എടുക്കുക, 1.5 സെന്റിമീറ്റർ വീതിയിൽ 2 സ്ട്രിപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 സ്ട്രിപ്പ് കൂടി ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് മുകൾ വശം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 3-4 മില്ലിമീറ്റർ വലിപ്പത്തിൽ 2 സ്ട്രിപ്പുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാണിത്. ഈ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഈ ഡോട്ടുകളിൽ കൂടെയാണ് നമുക്ക് പശ തേച്ചിട്ട് ഒട്ടിക്കേണ്ടത്. ആദ്യം മോൾ വശത്ത് പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഡോട്ടുകളിൽ തീരെ കുറച്ച് മാത്രം പശ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അടുത്ത സ്ട്രിപ്പ് ഒട്ടിക്കുന്ന സമയത്ത് പശ സ്പ്രെഡായിട്ട് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ 2 സ്ട്രിപ്പുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അത് കറക്റ്റ് സെന്ററിൽ തന്നെ വെച്ച് ശ്രദ്ധിച്ചൊട്ടിക്കണം. നല്ലപോലെ ഒട്ടിയതിന് ശേഷം മാത്രം വലിക്കുക. മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ബോ വലിച്ചു നോക്കാം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടോ? ഇനി കത്രികയോ എന്തെങ്കിലും വെച്ച് ആ സ്ട്രിപ്പുകൾ ഇങ്ങനെ ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ചുരുണ്ട് ഇങ്ങനെ കിടന്നോളൂ. അപ്പോൾ ഇനി പ്രസന്റേഷനിലൊക്കെ ഒട്ടിക്കാനായിട്ട് ബോ വാങ്ങാൻ പറഞ്ഞെങ്കിൽ വിഷമിക്കണ്ട. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി അങ്ങ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് മറക്കില്ലല്ലോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഷെയറും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.